എത്രയും പെട്ടെന്ന് ഫാമിലിയുടെ കൂടെ നാട്ടിൽ. അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ്. നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ പുഴയോരത്തൊക്കെ പോയിരുന്ന് ചായ കുടിച്ച് മഴ ആസ്വദിച്ച് അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി ഒക്കെയാണ്. അത് കൊള്ളുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടി കയറാം. അത്രയും പെട്ടെന്ന് നാട്, ആ ഒരു ആംബിയൻസ്, ഫാമിലിയുടെ കൂടെ പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത് തന്നെയായിരിക്കും ഒരു പ്രവാസി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പം വെക്കേഷനോട് വരും, ഓരോ സംരംഭങ്ങളും ഞങ്ങൾ പോയി നോക്കും, ഷോപ്പുകൾ പോയി നോക്കും. നേരെ മൈൻഡ് പോവാ, ഇത് തോറ്റു പോകുമോ, എല്ലാവരെയും പോലെ പോയി ഷോപ്പ് നോക്കും, തിരിച്ച് പ്രവാസിലേക്ക് പോകും, തോറ്റു പോകും. ഈ മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെയാണ് മുനീർ എന്ന് പറയുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ട്രേഡിങ്ങിനെ പറ്റി എനിക്ക് 2019 ഇതിനെ പറ്റി ഒരു ഐഡിയ തരുന്നത്. അന്നേരം അവരോട് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ പറഞ്ഞു, പറ്റും, നീ ചെയ്യ്. അവനെ എനിക്ക് എന്നിട്ട് ഓൾമോസ്റ്റ് 200 പേപ്പർ അടങ്ങുന്ന ഡോക്യുമെന്റ്സ് ദുബായിലേക്ക് അയച്ചു തരാണ്. ഇത്രയും പേപ്പർ എനിക്ക് സൈൻ ചെയ്യണം, ഞാൻ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചു. പിന്നെയാണ് ജിയോ എല്ലാം വരുന്നത്, ഇന്റർനെറ്റ് എല്ലാം ഭയങ്കര സ്പീഡാകുന്നു, 5G 4G എല്ലാം വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള സരോദ എന്ന ഒരു ബ്രോക്കർ ഏത് സാധാരണക്കാരനും മൊബൈലിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന രൂപത്തിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നത്. ആ ഒരു ആപ്പിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാനും ഞാൻ അത് തുടങ്ങുകയും ചെയ്തു. തുടക്കത്തിലെല്ലാം 100% തോൽവി, ഒരു ഡൗട്ടും ഇല്ല. മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു കൺസെപ്റ്റ് പോലും എനിക്കില്ലായിരുന്നു. അന്നെല്ലാം നമ്മൾ 20,000 റുപ്യ 10,000 റുപ്യ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, 500 റുപ്യ 300 റുപ്യ ലാഭം എടുക്കുമ്പോൾ അത് ഭയങ്കര അനുഭൂതിയാണ്. കാരണം ഇത് അൺലിമിറ്റഡ് ആണ്. എനിക്കറിയില്ല എൻ്റെ എത്രയാണ് മുന്നിൽ വരാനുള്ളത് എന്നുള്ളത്, പക്ഷേ എൻ്റെ സാലറി എനിക്കറിയായിരുന്നു അത് ഫിക്സഡ് ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ ആ മനസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതിനിധി ഭയങ്കരമായിരുന്നു. ഇത് എത്രയാണ് ഇനി വരാൻ പോകുന്നത് അറിയത്തില്ലായിരുന്നു, പക്ഷെ അത് 200 റുപ്യ 300 റുപ്യ ആയിരുന്നു. അങ്ങനെ സ്റ്റോക്കിൽ നിന്നും എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് എൻ്റെ ഫ്രണ്ട്സുകളോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തന് ഇതിനെ പറ്റി അറിയും. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതിനെക്കാട്ടും ബെസ്റ്റ് ഓപ്ഷനാണ് ഓപ്ഷൻ ട്രേഡിങ്. ഓപ്ഷൻ ട്രേഡിങ് നീ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ 10,000 ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ 10,000 റുപ്യ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ, അതും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ജോലിയിൽ ഇരുന്നു കൊണ്ട് UAE ഇരുന്നു കൊണ്ട് 10,000 റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10,000 റുപ്യ ലാഭം എടുക്കുന്നു. നിന്റെ നാട്ടിൽ നിന്നൂടെ? അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഫാമിലിയുടെ കൂടെ നാട്ടിൽ, അതാണ് നമ്മുടെ ആംബിയൻസ്. അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ്. നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ പുഴയോരത്തൊക്കെ പോയിരുന്ന് ചായ കുടിച്ച് മഴ ആസ്വദിച്ച് അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി ഒക്കെയാണ്. അത് കൊള്ളുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടി കയറാം. അത്രയും പെട്ടെന്ന് നാട്, ആ ഒരു ആംബിയൻസ്, ഫാമിലിയുടെ കൂടെ പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത് തന്നെയായിരിക്കും ഒരു പ്രവാസി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഭാഗം. ഇനിയിപ്പോ ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ പോലും, എന്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഒരു കല്യാണം, ഇതൊക്കെ ഭയങ്കര ഇമോഷനാണ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം.